ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നമസ്കാരം. AS നായർ ആസ്ട്രോ ആൻഡ് പ്രോമിസിലേക്ക് സ്വാഗതം. 2025 നവംബർ 16 മുതൽ 2025 നവംബർ 22 വരെ, അതായത് 1201 തുലാമാസം 30 മുതൽ 1201 വൃശ്ചിക മാസം 6 വരെയുള്ള നിങ്ങളുടെ വാരഫലം എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. മേടം രാശി: അശ്വതി, ഭരണി, കാർത്തിക 15 നാഴിക. ഇവർ ഈ ആഴ്ച കഴിവതും ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ ഇടപെടാതിരിക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടതായി വരും. കുടുംബത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കും. ഇടവം രാശി: കാർത്തിക 45 നാഴിക, രോഹിണി, മകയിരം 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച എല്ലാ കാര്യങ്ങളും മന്ദഗതിയിൽ ആയിരിക്കും നടക്കുക. എന്നാൽ സാമ്പത്തികമായി നല്ല സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ധനം കൂടുതൽ കയ്യിൽ വരാനുള്ള സാഹചര്യം കാണുന്നു. മിഥുനം രാശി: മകയിരം 30 നാഴിക, തിരുവാതിര, പുണർദം 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിൽ വന്ന് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ പങ്കുചേരും. ക്ഷേത്ര ദർശനം നടത്തും. ജോലിയിൽ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. ടെസ്റ്റ് പാസ്സായി നിൽക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഓർഡർ കിട്ടാൻ സാധ്യത കാണുന്നു. കർക്കിടകം രാശി: പുണർദം 15 നാഴിക, പൂയം, ആയില്യം. ഇവർക്ക് ഈ ആഴ്ച കൃഷിയിൽ നിന്ന് വരുമാനം കുറവായിരിക്കും. ക്ഷീര കർഷകർക്ക് ഗുണമുള്ള സമയമാണ്. സർക്കാരിൽ നിന്നും കിട്ടാനുള്ള ആനുകൂല്യം കിട്ടാൻ താമസം നേരിടും. പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ചിങ്ങം രാശി: മകം, പൂരം, ഉത്രം 15 നാഴിക. ഇവർക്ക് ഈ ആഴ്ച എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നേരിടും. എങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കും. കൃഷിയിൽ നിന്നും മറ്റു ബിസിനസ്സിൽ നിന്നും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. കന്നിരാശി: ഉത്രം 45 നാഴിക, അത്തം, ചിത്തിര 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച കടം വാങ്ങിയ പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. കൂട്ടുകാരുമായി ചേർന്ന് പുതിയ ബിസിനസ് തുടങ്ങാൻ ആലോചിക്കും. പക്ഷേ ചതി പറ്റാതെ സൂക്ഷിക്കണം. തുലാം രാശി: ചിത്തിര 30 നാഴിക, ചോതി, വിശാഖം 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച നല്ല സമയമാണ്. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് നടന്നു കിട്ടാനുള്ള യോഗം കാണുന്നു. ഗൃഹത്തിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കും. പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. വൃശ്ചികം രാശി: വിശാഖം 15 നാഴിക, അനിഴം, കേട്ട. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് തീരുമാനമാകും. ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കും. യാത്രകൾ മാറ്റിവെക്കേണ്ടി വരും. കൂടുതൽ പണം ചിലവാകുന്ന സമയമാണ്. ധനുരാശി: മൂലം, പൂരാടം, ഉത്രാടം 15 നാഴിക. കൂടെ ഉള്ളവരുമായി ചെറിയ സംസാരമുണ്ടാകും. അത് കാരണം മനസമാധാനം കുറയും. പുതിയ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് തുടങ്ങി വയ്ക്കാൻ സാധിക്കും. മകരം രാശി: ഉത്രാടം 45 നാഴിക, തിരുവോണം, അവിട്ടം 30 നാഴിക. തടസ്സങ്ങളെല്ലാം ഒരു പരിധിവരെ മാറിക്കിട്ടും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന സമയമാണ്. ഉന്നതരിൽ നിന്നും പാരിതോഷികം ലഭിക്കുന്നതാണ്. കുംഭം രാശി: അവിട്ടം 30 നാഴിക, ചതയം, പൂരുരുട്ടാതി 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച ശാരീരികമായി ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടായാലും ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കുന്നത് നന്നായിരിക്കും. പണം അനാവശ്യമായി ചെലവാകും. മീനം രാശി: പൂരുരുട്ടാതി 15 നാഴിക, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് ഈ ആഴ്ച വിവാഹ സംബന്ധമായ ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഉണ്ടാകും. പഴയ സ്നേഹിതരെ കണ്ടുമുട്ടാൻ സാധിക്കും. വിനോദയാത്ര ചെയ്യാനുള്ള അവസരവും കാണും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ രാശി കമന്റ് ബോക്സിൽ ഇട്ട് എന്നെ അറിയിക്കുക. എൻ്റെ പൂജയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകും എന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം.